സോ യെസ് മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഓടുന്ന ഒരു മൈൻഡ് ബ്ലോയിങ് സിനിമയാണ് കിഷ്കിന്ധ ഖണ്ഡം. യെസ്, വിജയ് കുമാർ സ്കോർ ചെയ്ത ഒരു സിനിമയാണത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ മറക്കണ്ട. ഇറ്റ്സ് വർത്ത് എ വാച്ച്. നൗ അതിനുശേഷം എനിക്ക് ഇപ്പോൾ അടുത്തിടെ കണ്ട ഒരു മൈൻഡ് ബ്ലോയിങ് ത്രില്ലിങ് അല്ലെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് തോന്നിയ ഒരു സിനിമയാണ് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. എല്ലാവർക്കും ഈ ഒരു അഭിപ്രായം ഉണ്ടാവത്തില്ല, കാരണങ്ങൾ പലതുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ടാവും. ലൈക്ക് ഈ ഒരു ഭാഗം ആവശ്യമായിരുന്നു, ഈ ഒരു ഭാഗത്തിന് ഒരു റെലവൻസ് കാണുന്നില്ല, ഈ ഒരു ഡയലോഗ് ഡെലിവറിയുടെ ആവശ്യമില്ല. പക്ഷെ കുറ്റം പറയാൻ തോന്നുന്നില്ല, അത്രയും നല്ല രീതിയിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. നിഷാദാണ് നായകൻ, ആസ് ഐസക് സംതിങ് എന്തുമാണ് കക്ഷിയുടെ പേര്. യെസ്, പിടിക്കാത്തൊരു കാര്യം, ഈ കക്ഷിയുടെ ഒരു തുടക്കത്തിലൊരു സീനുണ്ട്, ഇൻട്രോ സീന്. കക്ഷി ഭയങ്കര മടിയനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് നിൽക്കുന്ന ഒരു ടൈം, ക്രൈം ബ്രാഞ്ചിലെ ഒരു മടിയനായിട്ടുള്ള ഒരു കോട്ടയത്തെ ഒരു ക്രൈം ബ്രാഞ്ച് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ആദ്യം ചിത്രീകരിക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ കേസ് ഇങ്ങോട്ട് തോളത്തിലേക്ക് ഇട്ട് വെക്കുമ്പോൾ കക്ഷി അങ്ങോട്ട് മുട്ടാൻ വെക്കേണ്ട അത്രയ്ക്കും വെല്ലുവിളിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അത് ഈ കക്ഷി മാത്രമല്ല, ആ കോട്ടയം ക്രൈം ഡിവിഷൻ എന്ന് പറയുക ആ മൊത്തം ഡിവിഷൻ തന്നെ മഹാമോശമാണ് ചിത്രീകരിക്കുന്നത് തുടക്കത്തിൽ. പക്ഷേ ഈ കേസ് അങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും നല്ല ഫുൾ ഫ്ലഡിലായിട്ട് വർക്ക് ചെയ്യുന്ന കാണും. അപ്പോൾ അതൊക്കെ എന്തോ ഒരു പോരായ്മ പോലെ തോന്നി. ലൈക്ക് ആ ഒരു എഫക്റ്റ് നല്ലതായിരുന്നു, പക്ഷേ അവർ അത്ര മടിയന്മാരായിരുന്നില്ല എന്നാണ് ചിത്രം തുടക്കത്തിൽ തന്നെ പറയുന്നത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഐറണി നമ്മളിവിടെയൊക്കെ ഉണ്ട്. ബട്ട് പടം കൊള്ളാം. ഇഷ്ടംപോലെ താരങ്ങൾ അവിടെ അവിടെയൊക്കെ കൊണ്ട് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ സീനാണെങ്കിൽ കൂടിയിട്ടും അത്യാവശ്യം താരമൂല്യമുള്ള ഒരു ആവറേജ് അല്ലെങ്കിൽ അബൂവ് ആവറേജ് ആയിട്ടുള്ള താരമൂല്യമുള്ള നടിമാരൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയില്ല ഈ ഒരു ചെറിയൊരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കക്ഷി ഇതിലേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പോകും സിനിമ കാണുമ്പോൾ. ആൻഡ് കഥ ഇറ്റ്സ് ഓൾസോ സംതിങ്, ഒരു ചെറിയൊരു അവിശ്വസനീയത അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് നമുക്കത് അവസാനം സംസാരിക്കാം. ബട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ മൂവി, ഇറ്റ്സ് വർത്ത് എ വാച്ച്. തിയേറ്റർ വാച്ച് വേണോ OTT റിലീസ് വേണോ, ഇറ്റ്സ് അപ് ടു യു. എന്താ പറയുക, BGM അത്ര വലിയ റോളൊന്നും ഈ സിനിമയിലില്ല. സോ ലൈക്ക് യു ക്യാൻ വെയിറ്റ് ഫോർ ആൻ OTT ആസ് വെൽ ഇഫ് BGM ഡസൻറ്റ് മാറ്റർ ടു യു. അതർവൈസ് തുടക്കം മുതൽ അവസാനം വരെ അത്യാവശ്യത്തിൽ കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ്, ബോറടിക്കത്തില്ല. ആൻഡ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കഥ. യെസ്, കണ്ണൂർ സ്ക്വാഡ് സിനിമ ഓർത്തുപോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഇതിൽ ചില സീൻസ് ദേ ആർ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റേറ്റ്, കേരള അപ്പുറത്തേക്ക് പോകുന്ന ഒരു കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടപ്പോൾ യെസ്, ദിസ് ഇസ് സംതിങ് സിമിലർ ടു കണ്ണൂർ സ്ക്വാഡ് ബട്ട് ഡിഫറെൻറ്റ് കഥ. ഇഷ്ടപ്പെട്ടു, ഒറ്റ ഒരു വാക്കി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, കാണാതിരിക്കരുത് എന്ന് പറയണം തോന്നാം. എന്താ പറയുക, കാശ് കളയണ്ട എന്ന് പറയാൻ തോന്നുന്നില്ല, കാണണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. യെസ്, നൗ കമ്മിങ് ബാക്ക്, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു സീൻസുകൾ തുടക്കത്തിൽ ഇവർ അന്വേഷിക്കാൻ പോകുന്നത് ജീവൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ തിരോധാനം. ലൈക്ക് ഹീ ഡസൻ വർക്ക് ഫോർ എനി ന്യൂസ് പേപ്പർ, ലൈക്ക് ഓൺലൈൻ ഒരു യൂട്യൂബ് ചാനൽ കക്ഷിക്കുണ്ട്. അങ്ങനെ ചെയ്യുന്ന ലേശം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ കൂട്ടുന്ന ഒരു കക്ഷിയാണ് ഈ ഒരു ജീവൻ. അത് അവതരിപ്പിക്കുന്നതാണ് ഷൈൻ ടോം ചാക്കോ. ഈ സിനിമയിൽ തുടക്കം മുതൽ തന്നെ ഷൈൻ ടോം ചാക്കോ ഹി ഗോസ് മിസ്സിങ്. ഏകദേശം ഒരു ക്ലൂ അപ്പം തന്നെ തരുന്നുണ്ട് തുടക്കത്തിൽ ഒരു സീനോട് കൂടി. വാട്ട് ഹാപ്പൻസ് ടു ഹിം, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് തുടക്കത്തിൽ സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ തിരോധാനത്തിന് ചുറ്റിപ്പറ്റിയിട്ടാണ് നടക്കുന്നത്. അവൻ ഈ ഒരു കംപ്ലയിൻറ്റ് പോലീസിലേക്ക് കൊണ്ട് കൊടുക്കുന്നത് ജീവൻ്റെ വുഡ് ബിയുടെ കുടുംബക്കാരാണ്. ഓർത്ത് നോക്കണം, ജീവൻ്റെ വുഡ് ബിയുടെ കുടുംബക്കാരാണ് പോലീസിനെ സ്ട്രെസ് ഔട്ട് ചെയ്ത് അവസാനം പോലീസ് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ കോടതിയിൽ ചെന്നിട്ട് ഇത് സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കണം, 6 മാസമായി കക്ഷിനെ കാണാനില്ല, സോ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കോടതി അത് ശരിയാണല്ലോ, 6 മാസമായി കാണാണ്ടായിട്ട്, അത്ര വില കൽപ്പിക്കുന്നില്ല നിങ്ങൾ എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പോലീസിൻ്റെ തലയിലേക്ക് ഇത് വരുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞാൽ കോട്ടയത്താണുള്ള കാര്യം നടക്കുന്നത്, കോട്ടയത്താണുള്ള കഥ മൊത്തം നടക്കുന്നത്, സോ നമുക്കിത് കോട്ടയം ക്രൈം ബ്രാഞ്ച് കൊണ്ട് കൊടുക്കാം. അപ്പോഴാണ് ഈ നിഷാദും ടീമൊക്കെ വന്ന് ഫോം ചെയ്യുന്നത്, ശ്വാസിക്കൊക്കെ വന്ന് ഫോം ചെയ്ത് ഒരു ടീമൊക്കെ ഉണ്ടാക്കുന്നതും കേസ് അന്വേഷണം പോകുന്നു. കേസ് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ സിനിമയുടെ പേരിങ്ങനെ വരാനുള്ള കാരണം നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഈ ഒരു കേസിന്
ജീവൻ്റെ തിരോധാനം, ജീവനെ വേണ്ടി കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഇവർ വേറെ പല കേസുകൾക്കും ചുരുളഴിയാണ്. ഒരുപാട് ഒരു എന്താ പറയുക, ഒരു ചെയിൻ പോലെ ഒരു കണ്ണി കഴിഞ്ഞാൽ അടുത്ത കണ്ണി, അടുത്ത കഴിഞ്ഞാൽ അടുത്ത കണ്ണി, അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഇങ്ങനെ, ഒരുപാടല്ല, ഒരു 3-4 കേസുകൾ ലേശം തള്ളിമറിച്ചിട്ടെന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കേസുകളും കൂടി ഇങ്ങനെ തെളിയാണ്. സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു പടത്തിന് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് വരാനുള്ള കാരണം. സോ ഇതിൽ യെസ്, മനസ്സിലാവാത്തൊരു കാര്യം, ജീവൻ്റെ വുഡ്ബിക്ക് കാര്യം അറിയായിരുന്നു ജീവൻ എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു ഹിം. പക്ഷെ എന്നിട്ടും കക്ഷിയുടെ കുടുംബക്കാർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അവിടെ എഫക്റ്റ് ഇല്ലാതെ കണ്ടിട്ട് കോടതിയിലും പോയി. എന്നിട്ടും ഇങ്ങനെ വുഡ്ബി ഒരക്ഷരം, കമാന്നൊരക്ഷരം കുടുംബക്കാരടുത്ത് വേണ്ടിയില്ല. ഓർത്ത് നോക്കണം. കാരണം കക്ഷിയുടെ വുഡ്ബിയും കുടുംബക്കാരും നല്ല അത്യാവശ്യം നല്ല ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഇതെന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ക്ലൈമാക്സിനോടുകൂടി ചേർന്നിട്ട് ഒരു സീനുണ്ട്. രണ്ട് അത്ലറ്റിനെ കാണിക്കുന്ന, അല്ല ഒന്നാണ് അനുമോൾ യെസ്. ആ അത്ലറ്റ് സിനിമയിൽ തുടക്കത്തിലല്ല, ആ കഥ ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കുമ്പോൾ പറയുന്നത് ഇവർ രണ്ടുപേരും നല്ല അത്ലീറ്റ്സാണ്, നല്ല അത്യാവശ്യം സ്പോർട്ട്മാൻഷിപ്പുള്ള അത്ലീറ്റുകളാണ്. സോ അവരെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ക്രൈം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ദാറ്റ്സ് ഓൾസോ ലൈക്ക് ക്വസ്റ്റ്യനബിൾ. ലൈക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് ദാറ്റ്സ് ഓൾസോ ലൈക്ക് എവിടെയോ ചെയ്യുന്നതായിരുന്നു. കഥ ഒന്ന് അവിടെ എവിടെയൊക്കെ ചെറിയൊരു ഇത്. ആൻഡ് യെസ്, മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തോന്നിയതിൽ ശിവമലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ക്ലൈമാക്സിൻ്റെ തൊട്ട് മുൻപോട് ചേർന്നിട്ടാണ് കക്ഷിയുടെ പ്രാധാന്യത ഈ കഥയിൽ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതും. ബട്ട് ശിവമലി ആരാണെന്നുള്ളത് ഒരു ഇൻട്രോ സീൻ പോലെ ഇങ്ങനെ കാണിക്കുന്ന ഒരു മുഖം, ആ മുഖം നമ്മളിങ്ങനെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. യെസ്, ഐ വാസ് ടോട്ടലി ടേക്കൺ ബാക്ക്. ലൈക്ക് ഞാൻ വിചാരിച്ചത് കക്ഷി റിട്ടയർഡ് ആണെന്നാണ്. ബട്ട് നോ, ആ കക്ഷി അതേപോലെ തന്നെ പണ്ട് സിനിമകളിൽ കണ്ടിരുന്ന പോലെ അതേ ആർജവും അതേ ഊർജ്ജത്തോടു കൂടി ഈ സിനിമയിൽ ഉടനീളമല്ല ക്ലൈമാക്സിന് ചേർന്നിട്ടാണ് അവർക്ക് റോളുള്ളത്. ബട്ട് ഞാൻ തീരെ പ്രതീക്ഷയില്ല മുഖം. ദാറ്റ് വാസ് ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഈ കാസ്റ്റിംഗ് വരെ പക്ക എന്താ പറയുക, എവിടെയൊക്കെയോ താരമൂല്യമുള്ള ആ ഒരു ജാട ഇല്ലാത്ത താരമൂല്യമുള്ള ആൾക്കാരൊക്കെ എവിടെയൊക്കെ കയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കൂട്ടി നിറച്ച് കയറ്റിയിട്ടുണ്ട്. ലൈക്ക് ചെറിയൊരു സീനായിരിക്കും, ഒരു 10 സെക്കൻഡോ 30 സെക്കൻഡ് സീൻ ഉണ്ടാവുള്ളൂ, രണ്ടോ മൂന്നോ സീൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടും അത്യാവശ്യം നല്ല താരമൂല്യമുള്ള, അല്ല അത്യാവശ്യം മുഖപ്രഭയുള്ള, നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇതിൽ കയറ്റി വെച്ചിരിക്കുന്നത്. പുതുമുഖങ്ങൾ വളരെ കുറവാണ് സിനിമയിൽ. ആൻഡ് നിഷാദിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പിടിക്കാൻ വലിയൊരു സീനുണ്ട്. നിഷാദ് ആ ക്യാരക്ടർ, ഐസക് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, സ്വാസിക എൻ്റെ സീനിയറായിട്ടുള്ള സ്വാസിക, കേസ് ഹാൻഡിൽ ചെയ്യുന്ന ഹെഡാണ് സ്വാസിക, അതിൻ്റെ താഴേക്കുള്ള ഓഫീസറാണ് ഐസക്. സ്വാസികയ്ക്ക് ഈ മേലിൽ നിന്ന് പ്രഷർ വരുമ്പോൾ മടുത്തു, ഇത് എറിഞ്ഞ് പോവാണെന്ന് പറയുന്നൊരു ഡയലോഗ് അടിക്കും. ഒരു ഓപ്പൺ ബാൽക്കണിയിലാണ്, രാത്രിയിലാണ് നടക്കുന്നത്. അപ്പോൾ നിഷാദ് ഒരു 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡയലോഗ് നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ സ്പീച്ച് നടത്തിയില്ലേ, അതുപോലത്തെ രീതിയിൽ ജപ 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 2 മിനിറ്റ്. നമ്മളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കക്ഷി സ്ക്രിപ്റ്റ് കാണാപ്പാടം പഠിച്ചിട്ട് തീർന്നു, ആ സീൻ തീർന്നു, സമാധാനമായി എന്ന രീതിയിൽ പറഞ്ഞു വെച്ച് പോയതാണെന്നുള്ളത്. പക്ഷേ കക്ഷിയായിട്ട് ഭയങ്കര റിസംബ്ലൻസ് തോന്നിയത് മമ്മൂട്ടീനെയാണ്. കാരണം ആ ഒരു ക്യാരക്ടർ മമ്മൂട്ടിക്ക് പറ്റിയ ആപ്റ്റായിരുന്നു. ആൻഡ് ഈ കക്ഷി അവതരിപ്പിക്കുന്ന രീതി, നിഷാദ് പറഞ്ഞ ആക്ടർ അവതരിപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് പക്ക എന്താ പറയുക, മമ്മൂട്ടി എക്സാക്ട്ലി. ലൈക്ക് എവിടെയൊക്കെ ആ ഒരു ചായവുണ്ട്, അത് തന്നെ കൺവേഴ്സ് സ്ക്വയറിൻ്റെ ആ ഒരു ഫ്ലാഷ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സിനിമ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. സ്കൂളിൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, പടം ഇസ് ടോട്ടലി വർത്ത് എ വാച്ച്. ഞാനീ പറഞ്ഞ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ലൈക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ തോന്നത്തില്ല. അത് ആ ഡയറക്ടറിൻ്റെ സ്റ്റോറിയുടെ മികവ് തന്നെയാണ്. കാരണം എന്താ പറയുക, നമുക്ക് പരാതി പറയാൻ തോന്നത്തില്ല. ലൈക്ക് ഐ വാസ് ടോട്ടലി എൻ്റർടൈൻ വാച്ചിങ് ദിസ് മൂവി എന്ന് ഒറ്റ വാക്കിയതിൽ ഒറ്റ ദീർഘത്തോടു കൂടി ഈ റിവ്യൂ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ലൈക്ക് ഐ ടോട്ടലി ഏർജ് യു ഗൈസ് ടു വാച്ച് ദിസ് മൂവി. കൊള്ളാം, നല്ലൊരു കഥയുണ്ട്. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടെ കുറേ ചോദ്യങ്ങളൊക്കെ വരും. ബട്ട് എന്താ പറയുക, ഈ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച രീതി, നടിമാർ അവതരിപ്പിച്ച രീതിയോട് നീതി പുലർത്തണമെങ്കിൽ നമുക്ക് പരാതി പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള സിനിമ ആൻഡ് കിഷ്കിന്ദ കാണ്ഡം അതുമായിട്ട്
അടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ഹൈ ലെവൽ, ദിസ് ഈസ് ലൈക്ക് എവറേജ് ലെവൽ. എന്നിരുന്നാലും ദിസ് ഈസ് സംതിങ് യു ഗൈസ് നീഡ് ടു വാച്ച്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ട്വിസ്റ്റും ലുക്സും കോർണേഴ്സൊക്കെ ഇതിലുണ്ട്. ആൻഡ് ഓഡിയൻസിനെ ഇങ്ങനെ ഡാർക്കിൽ കൊണ്ട് ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആ വക പരിപാടി അധികമൊന്നും ഈ സിനിമയിലില്ല. സോ ലൈക്ക് ഒരു എന്താ പറയുക, ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടറിൻ്റെ കണ്ണിലൂടെ നടക്കുന്ന കഥകളാണ് സിനിമയോട് തന്നെ സംസാരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത റിവ്യൂ മിക്കവാറും സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പടമായിരിക്കും. അത് ഓവറോൾ എല്ലാവർക്കും നല്ല അടിപൊളി റിവ്യൂസാണ്. അത് പോയി കാണണമെന്നുണ്ട്. സോ അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂവുമായിട്ട് വെറുപ്പിക്കാൻ വരാം. അത് വരയ്ക്കും ആസ് യൂഷ്വൽ യു നോ ദ ഡ്രിൽ, സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.